ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബീച്ച് ഫെസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിൻ്റെ പുറത്തുനിന്ന് നമുക്കിത് ഈ ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ നമ്മളെല്ലാവരും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കയറുന്ന ഭാഗത്തിന് നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഈ മോണിലൊക്കെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കുറേ അടിപൊളി ഐറ്റംസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ തോണിയിലൊക്കെ ഇതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് നമുക്കിനി ഇതിൻ്റെ അടുത്ത സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ അടുത്ത സെക്ഷൻ നല്ല ഫുള്ള് നമുക്ക് ബേർഡ്സിൻ്റെ ഒരു സെക്ഷനാണ്. നല്ല കുറേ അടിപൊളിയായിട്ടുള്ള കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി കളറായിട്ടുള്ള ബ്രൗണും ബ്ലാക്കും വൈറ്റും, ബ്ലാക്ക് ആൻഡ് വൈറ്റും, അങ്ങനെ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇവിടെ പ്രാവ് മാത്രമല്ല, നല്ല ക്യൂട്ടായിട്ടുള്ള വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് താഴെ കൂട്ടിലായിട്ട് ഇതുപോലത്തെ കുറച്ച് ഐറ്റംസിന് കാണാൻ പറ്റുന്നത്. ഇത് നമ്മളെ മയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ മയിലുകൾ ഉണ്ടായിരുന്നു. കാണാത്ത വെറൈറ്റി മയിലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും നമ്മുടെ ലവ് ബേർഡ്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ബേർഡ്സിനൊക്കെ നിങ്ങൾ തന്നെ കണ്ടുനോക്കി. അതൊക്കെ കണ്ടു വരുമ്പോഴാണ് നമ്മൾ അടുത്തായിട്ട് നമ്മുടെ പാമ്പാണ് ഇത്. അപ്പോൾ പാമ്പ് നമുക്ക് കൗത്തിലും കയ്യിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരും. പിന്നെ എന്താ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ 2 പാമ്പിനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളാരും അതിൻ്റെ അടുത്തേക്ക് വല്ലാതെ പോയിട്ടില്ല. പക്ഷേ എൻ്റെ 2 കസിൻസ് അതിനെ പോയി തൊട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതുപോലത്തെ ബേർഡ്സ് ഉണ്ട്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതിന് നമുക്ക് കയ്യിലും കഴുത്തിലൊക്കെ വെച്ച് തരും. പിന്നെ അടുത്തത് നടന്നത് നമ്മളെ ഫിഷുകളായിരുന്നു. അതും വലിയതും ചെറിയതും നല്ല ക്യൂട്ടായിട്ടുള്ളതും കളർഫുൾ ആയിട്ടുള്ളതൊക്കെ നല്ല കുറേ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ കളർഫുൾ ആയിട്ടുള്ളൊക്കെ കുറേ മീനുകൾ നിങ്ങൾ തന്നെ കണ്ടുനോക്കി. ഇത് പറഞ്ഞാലൊന്നും തീരില്ല, അത്രയും കുറേ ഉണ്ട് ഇത്. അങ്ങനെ മീനിനെ ബേർഡ്സിനെ കണ്ടിട്ട് നമ്മൾ പിന്നെ എത്തുന്നത് ഈ ഒരു പാർക്കിൻ്റെ മുന്നിലാണ്. ഇവിടെ ഈ ഒരു പാർക്കിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ നിൽക്കാനായിട്ട്. ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പാർക്കുകൾ മാത്രമല്ല, നമുക്ക് കഴിക്കാനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളെ നെസ്റ്റും ആയിട്ടുള്ള കുറേ പണ്ടത്തെ മിഠായികളും പാനിപൂരി, മുളക് ബജി, അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസും ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പാർക്കുകൾ കണ്ടു പോകുമ്പോഴാണ് നമ്മളിങ്ങനെ കുറച്ച് ചേച്ചിമാരിങ്ങനെ പല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയാണ്ട് ഇവിടെ വെച്ച് നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരു കുട്ടി ഇവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സ്ഥലം വരുന്നത് ഒട്ടുംപുറത്തുള്ള തൂവൽത്തീരം ബീച്ച് ഫെസ്റ്റിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതിലേക്ക് എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.